ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ തന്ന വലിയ ഭാഗ്യത്തിന് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് പൽക്കാലം എല്ലാ ദൈവം നമ്മൾ കാത്തു പരിപാലിച്ചല്ലോ. ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യാൽ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച തന്റെ ദൈവദാസനെയും തന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന വലിയ ഭാഗ്യത്തിന് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ആദ്യമായി തന്നെ എന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ എന്റെ ചെറിയ വാക്കുകളിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ ജിസ്ന വർഗീസ് ആണ് എന്റെ പേര്. ഞങ്ങൾ താമസിക്കുന്നത് കുറുപ്പമ്പടിക്കടുത്ത് തുരുത്തി എന്ന സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് 2006 കർത്താവിനെ യേശുക്രിസ്തുവായി രക്ഷിതാവായി സ്വീകരിക്കാനിടയായി തീർന്നത്. ഞങ്ങളുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് യാക്കോബിൻസ് കുടുംബത്തിലാണ് ഞാനിപ്പോൾ ജനിച്ചു വളർന്നത്. പിന്നീട് 2006 ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ കൂടുന്ന ദേവദാസനും കുടുംബവും ഒക്കെ കടന്നു വന്ന് ഓരോ ദിവസവും സുശേഷമൊക്കെ പറയാനിടയായി തീർന്നു. പക്ഷെ ആദ്യ നാളുകളിലൊന്നും ഞാനൊക്കെ അന്ന് ചെറുതായിരുന്നല്ലോ, പപ്പയും മമ്മിയൊന്നും അങ്ങനെ സുശേഷം കേൾക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷെ ആ തന്റെ ദാസനിൽ കൊടുത്ത ദർശന പ്രകാരം ഓരോ ദിവസവും ഭവനത്തിൽ കയറി വന്ന് സുശേഷം പറയാനൊക്കെ ഇടയായി തീർന്നു. പക്ഷേ സുശേഷം ഞങ്ങളുടെ ഭവനത്തിൽ എത്തിയപ്പോൾ ഓരോ ദിവസവും ഓരോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാനിടയായി തീർന്നു. അങ്ങനെ സുശേഷങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ വചനം എന്റെ മാതാപിതാക്കളുടെ ഉള്ളിൽ ചെന്നപ്പോൾ അവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനിടയായി തീർന്നു. ആ പഴയ പശ്ചാത്തലത്തിൽ നിന്ന് യാക്കോബിൻസ് പാരമ്പര്യത്തിൽ നിന്നല്ല ഞങ്ങൾ അവിടെ അങ്ങനെ മടങ്ങി വരാൻ ഇടയായി തീർന്നു. പിന്നീട് എന്റെ പപ്പയും മമ്മിയും ഒരുമിച്ച് സ്നാനപ്പെടുവാനിടയായി തീർന്നു. പപ്പയും മമ്മിയും അതുപോലെ എനിക്ക് 2 സഹോദരിമാരുമുണ്ട്. ഞങ്ങൾ അങ്ങനെ കുടുംബമായ കർത്താവിനെ ആരാധിച്ചും ദൈവത്തിൽ ബലപ്പെട്ടുകൊണ്ട് ഓരോ ദിവസം മുന്നോട്ട് പോവുകയായിരുന്നു. 2006 പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ ആരാധനയ്ക്ക് പോവുകയും കർത്താവിൽ സന്തോഷം പ്രാപിക്കാനൊക്കെ ഇടയായി തീർന്നു. ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാനൊക്കെ ദൈവം സഹായിച്ചു. ദൈവം ചെയ്ത ആ ഉപകാരങ്ങളൊക്കെ ഓർത്ത് നമ്മൾക്ക് അറിയാമല്ലോ, ലോകസ്ഥാപനത്തിന് മുമ്പെയാണ് നമ്മൾ കണ്ടത്. ആ കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതുപോലെ തന്നെ തുടർന്നും എന്റെ പഠന വിദ്യാഭ്യാസം അങ്ങനെ കടന്നുപോയി 2014 SLC സമയത്തൊക്കെ എനിക്ക് എന്റെ സാക്ഷ്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയം SLC സമയത്തൊക്കെ എനിക്ക് വളരെയധികം തലവേദന ഉണ്ടാകാനിടയായി തീർന്നു. തലവേദന വന്നാൽ പിന്നെ തലയിറങ്ങി വീഴും. അതോടൊപ്പം തന്നെ കൈപ്പുനീര് ഛർദ്ദിക്കാനിടയായി തീർന്നു. അങ്ങനെ നാളുകൾ പോയി അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് ഓരോ ദിവസവും മരുന്നുകളൊക്കെ കഴിക്കാനിടയായി തീർന്നു. പക്ഷെ ആ മരുന്നുകൾ കഴിക്കുമ്പോഴുള്ള ആ സൗഖ്യം മാത്രമേ ഉള്ളൂ. പിന്നീട് എനിക്ക് തലവേദന കൂടുവാനിടയായി തീർന്നു. തലവേദന കൂടി തല ഇറങ്ങും, പിന്നീട് കൈപ്പുനീര് ഛർദ്ദിക്കും. അങ്ങനെ അത് കൂടുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ITL പഠിക്കുന്ന സമയം, അതായത് +2 കഴിഞ്ഞിട്ട് ITL പഠിക്കുന്ന സമയം 2015 ആദ്യമേ എനിക്ക് തല ഇറങ്ങാനിടയായി തീർന്നു കോളേജിൽ വെച്ച്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോരുവാനിടയായി തീർന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ തല ഇറങ്ങിയിട്ട് പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണല്ലോ, ആരാധനയ്ക്ക് പോകേണ്ട ദിവസമാണല്ലോ. അപ്പൊ അങ്ങനെ തല ഇറങ്ങി പിന്നെയും രാവിലെ അങ്ങനെ ഒരു ശാരീരിക അസ്വസ്ഥയാൽ ഞാൻ കിടക്കുകയായിരുന്നു. പിന്നെ നോക്കിയാണെങ്കിൽ എന്റെ തല മൊത്തത്തിൽ കറങ്ങി ഞാൻ കിടക്കുകയാണ്. അപ്പോൾ എന്റെ മാതാപിതാക്കൾ പറയാനിടയായി തീർന്നു, എന്തായാലും നമ്മൾ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പേ ആശുപത്രിയിൽ ഒന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴൊന്നും നടക്കുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അറിയുന്നില്ല. കാരണം ഞാൻ തല ഇറങ്ങി ബോധമില്ലാതെ കിടക്കുകയാണ്. ശരീരം ജസ്റ്റ് ഒന്ന് തണുത്തിരിക്കുന്നു, അല്ലാതെ വേറെ ഒരു റിസൾട്ടും ശരീരത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ വേഗം എന്നെ അടുത്തുള്ള കുറുപ്പമ്പടിയിലുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോഴും അവിടെ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. വേഗം പൾസൊക്കെ ടെസ്റ്റ് ചെയ്തു. അവിടെ ഒരു ചെറിയ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് വലിയ കാര്യങ്ങളും സജ്ജീകരണങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അവിടെ വേഗം ചെന്ന് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുവാനിടയായി തീർന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം പിന്നീടും അതിനേക്കാൾ ഉപരി തളർന്നു പോകാനിടയായി. എന്റെ വാഹനത്തിൽ കയറ്റി വേഗത്തിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനിടയായി തീർന്നു. അവിടെ ചെന്ന് കാഷ്വാലിറ്റിയിൽ കയറ്റി വേഗം തന്നെ എന്നെ സ്കാൻ ചെയ്യാനിടയായി തീർന്നു. എന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് തലയിൽ എനിക്ക് ട്യൂമർ ഉണ്ടായിരുന്നു എന്ന് അവിടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ അറിയാനിടയായി തീർന്നു. എന്റെ മാതാപിതാക്കളെ ഡോക്ടർമാര് വിളിച്ചു. അവര് പറയാനിടയായി തീർന്നു, ഒന്നെങ്കിൽ ഈ ട്യൂമർ ബോധമില്ലാതെയാണല്ലോ ഞാൻ കിടക്കുന്നത്, അത് വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറയാനിടയായി തീർന്നത്. അപ്പൊ അങ്ങനെ തിങ്കളാഴ്ച വന്നിട്ട് പപ്പയും മമ്മിയും ഒക്കെ ഒപ്പിട്ട് കൊടുക്കാനിടയായി തീർന്നു. കാരണം ഡോക്ടർമാര് പറഞ്ഞു, റൂമിൽ വെച്ച് പറഞ്ഞു, ഒന്നെങ്കിൽ കുട്ടി ജീവനോടെ ഇരുന്നാൽ തന്നെ പാരലൈസ് ആയി പോകും, അതായത് തളർന്നു പോകാനിടയായി തീരും, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച കുറയും, അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമോ എന്തെങ്കിലും ഒരു ശാരീരികമായ റിസൾട്ട് എന്തായാലും ഉണ്ടാകുമെന്നാണ് ആ ഡോക്ടർ പറയാനിടയായി തീർന്നത്. പിന്നീട് തിങ്കളാഴ്ച ഒന്നും എനിക്ക് ബോധം വന്നില്ല. അപ്പൊ എല്ലാ ദാസന്മാരും അനേകരൊക്കെ അവിടെ ആശുപത്രിയിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അറിഞ്ഞവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഡോക്ടർമാര് പല കാരണങ്ങളും പറയാനിടയായി തീർന്നുവല്ലോ. പിന്നീട് തിങ്കളാഴ്ച എനിക്ക് ബോധം വന്നില്ല, ചൊവ്വാഴ്ച കഴിഞ്ഞു, അന്നും ബോധം വന്നില്ല, ബുധനാഴ്ച കഴിഞ്ഞു, അന്നും ബോധം വന്നില്ല എന്ന്. അപ്പോൾ ഞാൻ വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. പിന്നെ വ്യാഴാഴ്ച വൈകിട്ടാണ് എനിക്ക് ദൈവം സഹായിച്ചു, ദൈവം എന്റെ സൗഖ്യമാക്കാനിടയായി തീർന്നു. വൈകിട്ട് 5 മണി ആയപ്പോഴത്തേക്കും എന്റെ കണ്ണ് തുറക്കാനിടയായി തീർന്നു. അപ്പോൾ കണ്ണ് തുറന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റേജ് നമ്മൾ നോക്കേണ്ടത് കുട്ടിയുടെ ഓർമ്മക്കുറവ്, കണ്ണിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കണം. അതൊക്കെ ഒരു വലിയൊരു കാരണമാണല്ലോ. അങ്ങനെ എന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഓരോരുത്തരായിട്ട് എന്റെ അടിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതിലും ദൈവം എന്നെ സഹായിപ്പാനിടയായി തീർന്നു. എനിക്ക് ഓർമ്മശക്തിയൊക്കെ ദൈവം തരുവാനിടയായി തീർന്നു. കണ്ണിനുമൊക്കെ ദൈവം ഒരു കുഴപ്പമില്ലാതെ ദൈവം എന്നെ സഹായിപ്പാനിടയായി തീർന്നു. അന്ന് ഡോക്ടർ ആദ്യം ഓപ്പറേഷൻ ചെയ്തപ്പോൾ പറയാനിടയായി തീർന്നു, ഓപ്പറേഷൻ അങ്ങനെ കഴിഞ്ഞിരുന്നു. ഞാൻ ബോധമില്ലാത്ത സമയത്ത് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ആ ഡോക്ടർ പറഞ്ഞിരുന്നു, ഈ തലച്ചോറിൽ ആ ട്യൂമർ തലച്ചോറിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. കുറച്ച് ഭാഗികമായിട്ടാണ് അവർ എടുത്തു മാറ്റിയത്. കാരണം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുകയാണെങ്കിൽ
തലച്ചോറിന് ക്ഷതം സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ ഇടയായി തീരും. അങ്ങനെ ഡോക്ടർമാര് പെട്ടെന്ന് കുറച്ച് ആ ട്യൂമർ എടുത്തു മാറ്റാൻ ഇടയായി തീർന്നുള്ളൂ. പൂർണ്ണമായി അത് എടുത്തു മാറ്റിയില്ല. അങ്ങനെ കുറെ നാളുകളിൽ ഹോസ്പിറ്റലിലും ICUലും മരുന്നുകളൊക്കെ ആയിട്ട് ആശുപത്രി വാസമായി തീർന്നു. ശരീരവും വേദനയൊക്കെ ആയിട്ട്, എങ്കിലും വചനം പറഞ്ഞതുപോലെ തന്നെ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ദൈവം അവിടെ നിന്ന് എന്നെ പൂർണ്ണമായി വെടിവെപ്പാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് കുറെ നാളുകൾക്ക് ശേഷം, വർഷങ്ങളൊക്കെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ എന്റെ ജീവിതം, തുടർന്നുള്ള എന്റെ ജീവിതം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും തുടർന്ന് ഞാൻ പിന്നീട് ബൈബിൾ കോളേജിൽ BTH പഠിക്കാനിടയായി തീർന്നു. BTHന്റെ പഠനം പൂർത്തീകരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. പിന്നീട് MDiv പഠിക്കാനിടയായി തീർന്നു. MDiv നമ്മുടെ കൊറോണ കാലത്തായിരുന്നു, അത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നുവല്ലോ. എങ്കിലും ആ MDiv പഠിക്കുന്ന ആദ്യത്തെ വർഷവും പിന്നീട് എനിക്ക് ഈ ഇതുപോലെ തന്നെ അസുഖം ഉണ്ടാകാനിടയായി തീർന്നു. അന്നും വീണ്ടും തന്നെ കോളേജിൽ വെച്ച് തലറങ്ങുകയും വീണ്ടും വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. അന്ന് പിന്നീടും എനിക്ക് ആ കോളേജിൽ തന്നെ ആയിരുന്നതുകൊണ്ട് കോളേജിലേക്ക് വേഗം വീണ്ടും എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. അന്ന് അവര് പറയുവാനുണ്ടായി, സ്കാൻ ചെയ്തപ്പോ പറഞ്ഞു ആ മുഴയുണ്ടല്ലോ അത് പൂർണ്ണമായി എടുത്തിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് വീണ്ടും ഈ അസുഖം തന്നെ ഉണ്ടായതെന്ന് തോന്നുന്നു. ശരീരം മൊത്തം തളർന്നു വീണു. മരിച്ചതിന് തുല്യമായിരുന്നു എന്നെ കൊണ്ടുപോയത്. കാരണം ഒരു അനക്കവും ഒന്നും ഇല്ലാതെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനിടയായി തീർന്നു. പക്ഷെ അനേകരുടെ ഒരു പ്രാർത്ഥന എനിക്ക് പിന്നിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ കരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും ദൈവം ആശ്വസിക്കാനിടയായി തീർന്നു. അങ്ങനെ വീണ്ടും പിന്നീട് ഈ സംഭവം നടക്കുന്നത് 2019 അതായത് BTH കഴിഞ്ഞ് MDന്റെ സമയത്താണ്. 2019 വീണ്ടും എന്നെ ഈ അസുഖത്താൽ തന്നെ ഞാൻ തലകറങ്ങി വീണ്ടും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനിടയായി തീർന്നു. അന്ന് വേറൊരു ഡോക്ടറായിരുന്നു, ആദ്യം ചെയ്ത ഡോക്ടർ അല്ലായിരുന്നു, വേറൊരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ പറയുവാനിടയായി തീർന്നു, ആ തലച്ചോറിലാ മുഴ വീണ്ടും ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഈ കൊച്ചിന് ഈ അസുഖം വന്നതെന്ന് പറഞ്ഞു. പിന്നീടും എന്റെ മാതാപിതാക്കളും അനേകര് ദൈവത്തിൽ ആശ്രയിപ്പാനിടയായി തീർന്നു. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കണ്ണുനീരോടുകൂടി ആ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ വലിയൊരു അത്ഭുതം ദൈവം നടത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കാരണം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ നമ്മൾ ആശ്രയിക്കുന്ന ദൈവം. ഒരുപക്ഷെ ഒരു സമയത്തല്ലായിരിക്കും, എങ്കിലും നമ്മുടെ പ്രാർത്ഥന തക്ക സമയത്ത് ദൈവം കേട്ട് അതിന് മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ മുഴ തലച്ചോറിൽ നിന്ന് നീങ്ങിയിട്ടില്ല എങ്കിൽ ആ മുഴ പിന്നെയും എടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഓപ്പറേഷൻ കയറ്റുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സ്കാൻ ചെയ്യാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആവശ്യപ്പെടുവാനായി ദേവദാസന്മാരൊക്കെ ആവശ്യപ്പെട്ടു. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തെ ആ സ്കാനിങ്ങിൽ വലിയൊരു അത്ഭുതമാണ് പ്രവർത്തിച്ചത്. കാരണം ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടില് ഡോക്ടർ പറയുവാനിടയായി തീർന്നത് വലിയൊരു അത്ഭുതമാണ്. കാരണം തൊട്ടു മുമ്പ് എടുത്ത സ്കാനിങ്ങില് വലിയതായിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ എടുത്ത സ്കാനിങ്ങിൽ റിസൾട്ട് വന്നപ്പോൾ പറയാണ്, ആ തലച്ചോറിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ആ മുഴ എന്ന്. ആ തലച്ചോറിൽ നിന്ന് ദൈവം ആ മുഴയെ ദൈവം അകത്തി നിർത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായ അസ്വസ്ഥകളൊക്കെ മാറ്റി ദൈവത്തോളം റെഡിയായി തീർന്നു. അങ്ങനെ ദൈവം ഐശ്വര്യം ബലത്തോടെ ദൈവം ഇതുവരെ നിർത്തുന്നു. ദൈവം തന്നെ പൂർണ്ണമായ വിടുതലിന് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. പിന്നീട് ദൈവം ഓൺലൈൻ ക്ലാസ് പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇതുപോലെയൊക്കെയുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളിലും അതുപോലെ കിട്ടുന്ന അവസരമൊക്കെയും എന്റെ ഈ സാക്ഷ്യം പറയാനിടയായി തീരും. കാരണം നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മൾ അവസാനിച്ചു എന്ന് കഴിയുന്ന വിചാരിക്കുന്ന സമയത്താണ് ദൈവം എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒന്നിലും നമുക്കൊരു പ്രത്യാശയില്ലായിരിക്കും. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ ഈ കഷ്ടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നന്മയ്ക്കായി തീരുവാനിടയായി തീരും. അതുകൊണ്ട് ഇത്രത്തോളം ദൈവം എന്നെ വിടുവിച്ചു. ആരിമ്പലത്തോടെ ദൈവം നിർത്തി ദൈവം തന്ന സൗഖ്യത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ അനേകർ പ്രാർത്ഥിക്കുവാനും അനേകർ സഹായിപ്പാനും ഒക്കെ ഇടവന്നു. അതിനൊക്കെ ദൈവത്തെ അവരൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും വീണ്ടും നന്ദിയോടെ സ്തുതിക്കാണ്. അതുപോലെ തന്നെ ഈ സാക്ഷ്യം ഈ കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഭാരങ്ങളോ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് അവൻ നമ്മെ വിടുവിപ്പാനിടയായി തീരും. നമ്മുടെ കർത്താവ് നമ്മളെ കൈവെടിയുന്ന ദൈവമല്ല, ദൈവം നമ്മൾ സൗഖ്യമാക്കുന്ന ദൈവമാണ്. തന്റെ അടിപ്പിണരായി നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു ചെവിയിലും അത് കേട്ടിട്ടില്ല. കാരണം എന്താണ്? നമ്മുടെ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം
വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ദൈവം ഇങ്ങനെ ചെയ്യും ഇങ്ങനൊക്കെ ചെയ്യും, നമ്മളെ ഉൾപ്പെടെ എല്ലാവരും നമ്മൾ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമായിരിക്കും. ദൈവത്തിന്റെ വഴി അത് നിരന്തരമാകുന്നു എന്നാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. ഈ ഭാരത്താലും അതുപോലെ പല രോഗത്താലായിരിക്കുന്നവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 1 പത്രോസ് 5-ന്റെ 7-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം ആദ്യം തന്നെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. അവിടെ നിന്ന് നമുക്കൊരു വാക്യം അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. നമുക്ക് വേണ്ടി ആര് കരുതും? നമുക്ക് വേണ്ടി യേശു കരുതുവാനിടയായി തീരും. ഈ ലോകത്തിൽ മറ്റാരും നമുക്ക് വേണ്ടി കരുതിയില്ലെങ്കിലും ദൈവത്തിന് വചനം പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. നമുക്കറിയാവുന്നതാണല്ലോ ഇവിടെ പറയുന്നത്, യേശുവിനെ രുചിച്ചറിഞ്ഞതും അതുപോലെ യേശുവിനെ കണ്ടറിഞ്ഞവരുണ്ട്, യേശുവിനെ രുചിച്ചറിഞ്ഞവരുണ്ട്, യേശുവിനെ കേട്ടറിഞ്ഞവരുണ്ട്, പലതരത്തിൽ യേശുവിനെ അറിഞ്ഞവരുണ്ട്. നമ്മളൊരു കറിയാണെങ്കിലും കറി കാണുന്നവരുണ്ട്, കറി രുചിച്ചറിയുന്നവരുണ്ട്. രുചിച്ചറിയുന്നതും കണ്ടറിയുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് പത്രോസ് ഇവിടെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഒരുപക്ഷെ പത്രോസ് അങ്ങനെ രുചിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം പത്രോസ് ഇവിടെ പറയുന്നത് അവൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കരുതുമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പത്രോസ് പറഞ്ഞതുപോലെ അവൻ നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. പത്രോസിന് ഒത്തിരി അത്ഭുതങ്ങൾ പത്രോസ് കണ്ടിട്ടുണ്ടല്ലോ. തന്റെ മിനിസ്ട്രിയിൽ 3.5 വർഷത്തോളം മിനിസ്ട്രിയിൽ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളായിരുന്നല്ലോ. ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൂപ്പന്റെ സ്ഥാനം ഉണ്ടായിരുന്നു പത്രോസിന്. പത്രോസ് പറയുകയാണ്, ഒത്തിരി അത്ഭുതങ്ങളിലൂടെ പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. എനിക്ക് തോന്നുന്നു പത്രോസ് സ്വന്തമായി കണ്ടറിഞ്ഞ ഒരു അത്ഭുത പ്രവൃത്തി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മത്തായി 17-ാം അധ്യായം അതിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 17-ന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ചുരുക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെ അന്നത്തെ കാലഘട്ടത്തില് ഇവിടെ കരം കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തില് അവിടെ വായിക്കുകയാണ്, അവർ കഫർന്നഹൂമിൽ എത്തിയാരെ ദ്വിതൃപ്പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിതൃപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോട് എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ബ്രഹ്മപണം കാണും. അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു. ആമേൻ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്രോസ് ചിന്തിച്ച ആദ്യം ഒരു അത്ഭുതമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? ഒരിക്കലും സാധിക്കില്ല ഒരു മീനിന്റെ വയറ്റില് ഇന്ന പണമുണ്ടെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഒരു മീനിന്റെ വയറ്റിലാണ്. മീനിന്റെ വയറ്റിൽ പല സാധനങ്ങളും ഉണ്ടാകുമല്ലോ. പക്ഷെ യേശു കർത്താവ് കൃത്യമായി തന്നെ പറയുകയാണ്, നീ അങ്ങനെ ചെയ്യുക, നീ അത് കൊടുക്കുക എന്ന് കൃത്യമായി പറയുവാനിടയായി തീർന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം പത്രോസ് വിചാരിച്ചത് നമുക്ക് വേണ്ടി സകലവും കഴിയും, നമുക്ക് വേണ്ടി സകലവും ദൈവം കരുതുവാനിടയായി തീരും. നമ്മുടെ ഏതൊക്കെ വിഷയങ്ങളാണോ ആ സകല വിഷയത്തിന്മേലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയുമെന്ന് പത്രോസ് ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അവൻ നമുക്ക് വേണ്ടി കരുതുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്. പത്രോസ് മനസ്സിലാക്കിയതുപോലെ നമ്മളും വിശ്വസിക്കാം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി ദൈവഭക്തന്മാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആദ്യമേ തന്നെ നമുക്ക് കാണാൻ അറിയുന്നതാണല്ലോ. ഉൽപ്പത്തി 22-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണത്. അബ്രഹാമും ഇസ്ഹാക്കും തന്റെ മകനായ ഇസ്ഹാക്കിനെ അബ്രഹാം യാഗം കഴിക്കുവാൻ പോവുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി 22-ന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പുറത്തു വരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യഹോവ ഇരെ, യഹോവ നമുക്ക് വേണ്ടി കരുതും. ആ സന്ദർഭം നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇസാഖിനെ യാഗം കഴിക്കാൻ പോയപ്പോൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇസാഖിന് പകരം ദൈവം അവിടെ ഒരു ആട്ടിൻകൊറ്റനെ ഒരുക്കി കൊടുത്തതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ യഹോവ ഇരെ,
അതായത് യഹോവ കരുതുമെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കരുതിയായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം എന്താണ്? ഒരു പ്രതീക്ഷയും അവിടെ ഇല്ലായിരുന്നു. തന്റെ മകനെ എന്തായാലും യാഗം കഴിക്കാൻ പോകുകയാണ്. പക്ഷെ ദൈവത്തെ അവൻ അനുസരിച്ചതുകൊണ്ട് അവിടെ അവന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീരും. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, ഈ വചനത്തെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി സകലവും ദൈവം കരുതുവാനിടയായി തീരും. ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്തായിരിക്കും അബ്രഹാമിനെ പോലെ ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്തായിരിക്കും ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. കാരണം നമ്മൾ അവന്റെ വചനത്തിൽ അനുസരിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ, അതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാരാഫത്തിലെ വിധേയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഏലിയാവിനെ അയച്ച് സാരാഫത്തിലെ വിധയെ ദൈവം കരുതിയായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. സാരാഫത്തിൽ ആ വിധവയും മകനും മരിക്കുവാനിരിക്കുകയായിരുന്നു. ആ സന്ദർഭങ്ങളെല്ലാം നമുക്ക് രാജാക്കന്മാർക്ക് എഴുതിയ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവിടേക്കാണ് ഏലിയാവിനെ ദൈവം അയക്കുവാനിടയായി തീരുന്നത്. അവിടെ ആ വിധവയ്ക്ക് വേണ്ടി ദൈവം അവിടെ കരുതിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അവിടെ അങ്ങനെ ഒരു അത്ഭുതം നടക്കത്തില്ലായിരുന്നു. പക്ഷെ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ആ വിധവയ്ക്ക് വേണ്ടി ദൈവം കരുതുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ ദൈവം അവളെ മാനിപ്പാൻ ഇടയായി തീർന്നു. ഏലിയാവിനെ അയച്ചു അവൾക്ക് വേണ്ടി ദൈവം കരുതുവാനിടയായി തീർന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ഭാരങ്ങൾ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവോ അതിന്മേലെല്ലാം ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇടുക എന്നത്. അതായത് നമ്മുടെ ഭാരം കർത്താവിന്റെ മേൽ ഇടുക എന്നത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതും. പക്ഷെ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇടാറുണ്ടോ? നമ്മൾ ഉൾപ്പെടെ നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാരങ്ങൾ നമ്മളെ തന്നെ ചുമക്കാറല്ലേ പതിവ്? നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, നമ്മുടെ മിനിസ്ട്രിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒരുപക്ഷെ നമ്മുടെ തല തന്നെ അത് ചുമക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. പക്ഷേ ദൈവത്തിന് വചനം പറയുന്നത് എന്താണ്? നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അതിന് ഒരു ഉദാഹരണം, ഒരു കഥ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ആ ചുരുക്കമായിട്ട് ആ കഥ നമുക്ക് എല്ലാവർക്കും അതൊരു രസകരമാണ് എങ്കിലും അത് വളരെയേറെ ചിന്തിക്കേണ്ടുന്ന ഒരു കഥയാണ്. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, കാളവണ്ടിയിലാണ് എല്ലാ കാര്യങ്ങളും. അന്നത്തെ യാത്രയൊക്കെ, അന്ന് ബസ് മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാളവണ്ടിയിലാണല്ലോ എല്ലാ യാത്രകളൊക്കെ അന്നത്തെ കാലത്ത്. ഒരുപക്ഷെ നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടാകും. അന്നത്തെ കാലത്ത് കാളവണ്ടിയിലായതുകൊണ്ട് ഒരു വഴിയാത്രക്കാരൻ കാളവണ്ടിയും കൊണ്ട് ആ വാഹനം കടന്നു പോവുകയാണ്. അപ്പോൾ ആ മനുഷ്യന് പരിചയമുള്ള ഒരു അമ്മച്ചി തലയിൽ ചുമടുമായിട്ട് ആ വഴി പോകുകയാണ്. അപ്പോൾ അപ്പൊ ഈ ചേട്ടൻ വിചാരിച്ചു, പാവൻ അമ്മച്ചി തലയിൽ ചുമടും കൊണ്ട് പോവുകയാണല്ലോ, അന്ന് എന്റെ കാളവണ്ടിയിലേക്ക് കയറ്റിയാക്കാന്ന് പറഞ്ഞ് ആ ചേട്ടൻ അമ്മച്ചിനെ വിളിക്കുകയാണ്. അമ്മച്ചി, ആ ചുമടും കൊണ്ട് എന്റെ കാളവണ്ടിയിലേക്ക് കയറിയിരുന്നോ, ഞാൻ ആ വഴിയല്ലേ പോകുന്നത്, അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി വിചാരിച്ചു, ഓ സന്തോഷമായല്ലോ എന്നും പറഞ്ഞ് കാളവണ്ടിയിൽ കയറി ഇരിക്കാനിടയായി തീർന്നു. ഇടയ്ക്ക് പാതി വഴിയിൽ എത്തിയപ്പോൾ ആ ഡ്രൈവർ, അതായത് കാളവണ്ടിക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വാണ്ടം അല്ലെങ്കിൽ ആ ഭാരം ആ അമ്മച്ചിയുടെ തലയിൽ തന്നെ ഇരിക്കുകയാണ്. ആ വണ്ടിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുവാനോ ഒന്നും ചെയ്തില്ല. ആ ഭാരം തന്റെ തലയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ചേട്ടൻ ചോദിക്കുവാനിടയായി തീർന്നു, എന്താ അമ്മച്ചി ചെയ്യേണ്ടത്? ആ ഭാരം അങ്ങോട്ട് താഴെ ഇറക്കി വെച്ചാ പോരെ, തലയിൽ അത്രയും ഭാരം ഒഴിഞ്ഞിരിക്കില്ലെന്ന് പറയും. അപ്പൊ അമ്മച്ചി പറയാണ്, അത് സാരമില്ല മോനെ, കാരണം ഞാൻ ചുമന്നോളാം, കഴുതയ്ക്ക് അത് വലിയൊരു ഭാരമാകില്ല എന്ന് ആ അമ്മച്ചി പറയുന്നതായിട്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പറയുകയാണ്, കഴുതയ്ക്ക് ഇതൊരു ഭാരമാവില്ല, ഞാൻ തന്നെ ചുമന്നോളാം. ഈ സന്ദർഭം നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പറയുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഭാരങ്ങൾ നമ്മൾ തന്നെ ചുമക്കാറല്ലേ പതിവ്? നമ്മൾ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ ഭാരം ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വതന്ത്രരാകും. ഈ അമ്മച്ചി അത് ചെയ്തില്ല. അങ്ങനെ എന്തുകൊണ്ട് പറ്റി? അമ്മച്ചി ആ ഭാരം തന്റെ തലയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ അതൊന്ന് ഇറക്കി വെക്കാമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെയുള്ള ആ ഭാരം, നമ്മുടെ ഏത് വിഷയമായിക്കോട്ടെ, ആ ഭാരം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്കുകയാണെങ്കിലോ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ഹന്ന അതിനൊരു നല്ലൊരു ഉദാഹരണമാണ്. ഹന്ന ചെന്ന് പറഞ്ഞത് തന്റെ ഭർത്താവിനോടോ തന്റെവരോടോ വീട്ടുകാരോടോ ആരോടും തന്റെ ഭാരം പറഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് തന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അവളുടെ ഭാരം ഇറക്കിക്കാനിടയായി തീർന്നു. അവളുടെ ഭാരം തന്റെ സന്നിധിയില്, കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചപ്പോൾ അവൾക്ക് പ്രതിഫലം കിട്ടുവാനിടയായി തീർന്നു. നമുക്കറിയാവുന്നതാണല്ലോ, ശമൂവേൽ ബാലനെ അവൾക്ക് കൊടുക്കാനിടയായി തീർന്നു. ആരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഭാരം ഇറക്കി വെച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. എനിക്കായി കരുതുന്നവൻ, എന്റെ ഭാരങ്ങൾ ചുമക്കുന്നവൻ, അവൻ നമ്മെ ഒരിക്കലും കൈവിട
കൈവിടത്തില്ല. ആ കർത്താവ് നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങളൊന്നും ഒരുപക്ഷെ ആർക്കും അറിയില്ലെങ്കിലും കർത്താവിന് സകലവും നന്നായി അറിയാം. കാരണം എന്താണ്? അമ്മയുടെ ഒരു ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് നമ്മൾ കണ്ടവനാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലം, നമ്മുടെ ഭൂതകാലം, ഭാവി കാലം മറ്റാർക്കും ഇല്ലെങ്കിലും കർത്താവിന് നമ്മളെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉള്ളതാകിയാൽ നമ്മൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പത്രോസ് പറഞ്ഞതുപോലെ നമ്മുടെ വിഷയങ്ങൾ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇടുക. നമുക്ക് പറ്റുന്നത് പോലെ തന്നെ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇടുവാണെങ്കിലുണ്ടല്ലോ, ഓരോ ദിവസവും ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തുവാനിടയായി തീരും. അവൻ ആർക്കും കടക്കാരനില്ല. അവൻ നമ്മളെ പാതി വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. നമ്മൾ അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ എത്തിക്കും. ഒരുപക്ഷെ മനുഷ്യര് നമ്മളുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഏതൊരു സമയത്തും നമ്മളുടെ കൂടെ ആരും തന്നെ ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ നല്ല കൂട്ടുകാരുണ്ടാകും. ആരൊക്കെ ഉണ്ടായിരിക്കുന്നാലും ഒരു പ്രതിസന്ധി എന്തെങ്കിലും വരുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ അവരൊക്കെ തള്ളിക്കളയുവാനിടയായി തീരും. പക്ഷെ നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടാകും. ആരും നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, സങ്കീർത്തനക്കാരനും ഇപ്രകാരം തന്നെ പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനം 52-ാം സങ്കീർത്തനം അതിന്റെ 52-ാം സങ്കീർത്തനം 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാം വാക്യം പറയുകയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇതുപോലെ തന്നെയാണ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാനിടയായി തീരും. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മൾ ഭാരം ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്? അവൻ നമ്മെ പുലർത്തുവാനിടയായി തീരും. അവൻ നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. നമ്മുടെ സകല ആവശ്യങ്ങളിലും ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീരും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി ജീവിപ്പാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ പറയുകയാണ് 7-ാം വാക്യത്തിൽ, അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ സകല ചിന്താകുലവും. ഏതൊക്കെ വിഷയമായിക്കോട്ടെ, ഇന്നതെന്നൊന്നുമില്ല ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്നത് മാത്രമേ, അല്ലെങ്കിൽ രോഗങ്ങൾ മാത്രമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നുമായി ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുകയാണ്, നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ായി തീരും. നമ്മുടെ സകല ചിന്താകുലവും ഇടുക, അവ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും നടത്തുന്ന ദൈവം, നമുക്ക് വേണ്ടി ഓരോ ദിവസവും കരുതുന്ന ദൈവം, നമ്മൾ തന്നെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏലിയാവ് ആശ്രയിച്ചതുപോലെ, അബ്രഹാം ആശ്രയിച്ചതുപോലെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ പൂർണ്ണമായി അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു സന്ദർഭം സാഹചര്യം ഇന്നാണെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല. കാരണം സ്വന്തം മകനെയാണ് യാഗം അർപ്പിക്കാൻ പോയത്. ഒരിക്കലും ഒരു പിതാവിനും മാതാവിനും അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അവൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവം അവനെ മാനിപ്പാനിടയായി തീർന്നു. അവന് വേണ്ടി ദൈവം സകലവും കരുതുവാനിടയായി തീർന്നു. തന്റെ തലമുറകളെ, അബ്രഹാമിന്റെ തലമുറകളെ ദൈവം മാനിപ്പാനിടയായി തീർന്നു. നമുക്കറിയാവുന്നതാണല്ലോ, ഇസഹാക്കിൽ നിന്ന് പിന്നെ യാക്കോബ്, യോസേഫ്, തന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. കാരണം എന്താണ്? അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു. അവിടെ പറഞ്ഞതുപോലെ അവന് വേണ്ടി ദൈവം കരുതുവാനിടയായി തീർന്നു. അതുപോലെ പലർക്കും വേണ്ടിയും നമ്മൾ ഒത്തിരി ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീർന്നു. ദാനിയേലിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതുപോലെ പുതിയ നിയമ ദൈവഭക്തന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനിടയായി തീർന്നു. കരുതുന്നത് ദൈവമാണല്ലോ നമ്മുടെ ദൈവം. അതുകൊണ്ടാണല്ലോ 5000 പേർക്കും 4000 പേർക്കൊക്കെ ദൈവം അപ്പം കൊടുക്കാനിടയായി തീർന്നത്. കാരണം എന്താണ്? ഒരു സാഹചര്യം ആ മരുഭൂമിയിൽ ഒന്നും അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം, ഭക്ഷണം ഒന്നും ആ സ്ഥലത്ത് കിട്ടത്തില്ല. പക്ഷെ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീർന്നു. ദൈവം അവർക്ക് വേണ്ടി കരുതുവാനിടയായി തീർന്നു. കാരണം എന്താണ്? അത്രത്തോളം പുരുഷന്മാരുടെ സംഖ്യയാണല്ലോ കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം പുരുഷന്മാർക്ക്, ബാക്കിയുള്ള സംഖ്യ അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും അത്രത്തോളം പേർക്ക് ദൈവം കരുതുവാനിടയായി തീർന്നു. ആ യേശു നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ. നമ്മൾ പലതും ചിന്തിക്കും, പലതും മെനഞ്ഞോട്ടും, ഇന്നത് നടക്കും, ഇങ്ങനെ സമയത്തെല്ലാം ചിന്തിക്കും. പക്ഷേ ദൈവത്തിന്റെ വിചാരങ്ങളെല്ലാം വ്യത്യസ്തമാണ്. തക്ക സമയത്താണ് അവൻ നമുക്ക് വേണ്ടി കരുതുന്നത്. നമ്മൾ സമയം കഴിഞ്ഞിട്ടുമല്ല, സമയത്തിന് മുമ്പേയുമല്ല. ഇവിടെ പറഞ്ഞതുപോലെ അവൻ നമുക്ക് വേണ്ടി നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നമ്മൾ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതിനു മുമ്പെയുള്ള വാക്യം പറയുകയാണ്, 6-ാം വാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിപ്പിൻ. അവിടെയും പിന്നെയും പത്രോസ് നമ്മളോട് ഒരു കാര്യം കൂടി ചെയ്യാൻ പറയുകയാണ്. തക്ക സമയത്ത് നമ്മൾ ഉയർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴെ താണിരിക്കണം.
നമുക്ക് വേണ്ടി കരുതുന്നത് ദൈവമാണ്. നമുക്ക് വേണ്ടി എല്ലാം ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പക്ഷേ നമുക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ ഇരിക്കാം. താഴ്മയോടെ ഇരിക്കുന്നവനെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യത്തുള്ളൂ. പക്ഷേ തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന വിഷയത്തിന് മേൽ താഴ്മയോടെ ഇരിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ഇടയായി തീരും. നമ്മുടെ ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. മുമ്പേയും പ്രവർത്തിക്കും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അവിടെ ആ പിശാച് പറയുകയാണ്, നീ എന്തിനാണ് മുമ്പേ എന്റെ അടുക്കൽ കടന്നു വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ മുമ്പേയും പ്രവർത്തിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയത്തിന് മുമ്പേ പ്രവർത്തിക്കുന്ന ദൈവമാണ്. തക്ക സമയത്ത് പ്രവർത്തിക്കും. ലാസറിനെ കുറിച്ച് നമുക്കറിയാം. അതുപോലെ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. തക്ക സമയത്താണ് അവിടെ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരുന്നത്. സമയം കഴിഞ്ഞോട്ടെ, 4 ദിവസമായിക്കോട്ടെ, നാറ്റം വെച്ചോട്ടെ, എങ്കിലും സാരമില്ല. ദൈവം സമയം കഴിഞ്ഞ് പ്രവർത്തിപ്പാൻ മതിയായവനാണ്. നമ്മുടെ ദൈവം സമയത്തിന് മുമ്പേ പ്രവർത്തിക്കും, തക്ക സമയത്തും പ്രവർത്തിക്കും. സമയം കഴിയും പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവത്തിന് സകലവും കഴിയുന്നവനാണ്. ആ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സകല ആവശ്യമൊത്തും ദൈവ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ ഇടയായി തീരും. ആരൊക്കെ ഭാരപ്പെടുന്നുവോ, ഒരു പക്ഷെ നമ്മൾ അതിലൊരു പോസിറ്റീവ് കാര്യം കണ്ടില്ല എങ്കിലും ദൈവത്തിന് ഒരു സമയമുണ്ട്. സമയത്തിന് മുമ്പേ പ്രവർത്തിപ്പാനിടയായി തീരും. തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനിടയായി തീരും. ഇനി നമ്മുടെ സമയമല്ല ആയിക്കോട്ടെ, ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയം അത് നല്ല സമയമായിരിക്കും, അത് കറക്റ്റ് സമയമായിരിക്കും. ആ സമയത്തും ദൈവം നമ്മളെ അനുഗ്രഹിപ്പാനിടയായി തീരും. അതുകൊണ്ട് ദൈവം ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും ദൈവം അതുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താന്നിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. അതുകൊണ്ട് ഭയപ്പെടാതെ, പേടിക്കാതെ, ഇവിടെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരിക്കുക. അവൻ നമുക്ക് വേണ്ടി കരുതുവാനിടയായി തീരും. നമ്മുടെ സകല ഭാരങ്ങളും കർത്താവിന്റെ മേൽ ഇട്ടുകൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഭക്തന്മാരെ പോറ്റിയ ദൈവം നമ്മളെയും പോറ്റുവാനിടയായി തീരും. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണല്ലോ, അഖിലാണ്ടത്തിന്റെ ഉടയവനെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് വേണ്ടി സകലവും കരുതുവാനിടയായി തീരും. ആമേൻ. അതുകൊണ്ട് ഈ വചന ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാം അനുഗ്രഹമായി തീരട്ടെ. അതിനാൽ സമയം തന്ന ദൈവദാസനും പ്രതിമാൻ സ്വാസ്ത്ര എല്ലാവർക്കും, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. സമയം തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഈ വചനം ഏവർക്കും അനുഗ്രഹമാകട്ടെ. പിന്നെയും ഞങ്ങളെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി താന്നിരിക്കുന്നു.